ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. ഹോണ്ട ഡിയോ BS4 മോഡൽ വണ്ടിയാണ്. നമുക്ക് ജനറൽ സർവീസായിട്ട് നമ്മൾ കയറ്റിയിട്ടുണ്ട്. സർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മളതിൻ്റെ ബാക്ക് ബ്രേക്കിൻ്റെ ലൈനർ ചെക്ക് ചെയ്യാനും ക്ലീൻ ചെയ്യാനൊക്കെ അയച്ചിട്ടുണ്ട്. കമ്പനി ലൈനറാണ് കിടക്കുന്നത്, ഹോണ്ടയുടെ ഒറിജിനൽ ലൈനർ തന്നെയാണ്. പുതിയ ലൈനറാണ്, വലിയ പഴക്കമായിട്ടില്ല. അപ്പോൾ നമുക്ക് ആ ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്യുന്നുണ്ട്, ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ അതേപോലെ ബാക്ക് ടയറിൻ്റെ കണ്ടീഷൻ ഏകദേശം അത്യാവശ്യം ഏറെക്കുറെ എൻ്റെ ലൈനിലേക്ക് ആയിക്കൊണ്ടിരിക്കുന്നു കേട്ടോ. വലിയ താമസം അടുത്ത സർവീസൊക്കെ ആകുമ്പോഴത്തേക്ക് ഒരു വർഷം മാറ്റേണ്ടി വന്നേക്കും. 14,000 കിലോമീറ്റർ ഓടാനുണ്ടാവുള്ളത് കേട്ടോ. പിന്നെ അതേപോലെ നമുക്ക് അതിൻ്റെ എയർ ഫിൽറ്റർ ക്ലച്ചിൻ്റെ ഭാഗമൊക്കെ നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. എയർ ഫിൽറ്ററൊക്കെ പുതിയ ഫിൽറ്റർ കിടക്കണം, വലിയ പഴക്കമായിട്ടില്ല. ഹോണ്ടയുടെ കമ്പനി ഫിൽറ്റർ തന്നെ, ഒറിജിനൽ ഫിൽറ്റർ തന്നെ കിടക്കുന്നത്. നമുക്ക് തുടച്ചൊന്ന് ക്ലീനാക്കി റീസെറ്റ് ചെയ്യാം. ക്ലച്ചിൻ്റെ ഭാഗമായി നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യുന്ന സമയത്ത് ഓയിൽ ലീക്കോ കാര്യങ്ങളൊന്നുമില്ല. ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ ആയാലും ക്ലച്ച് ഷാഫ്റ്റിൻ്റെ ആയാലും സൈഡിൽ നിന്ന് ഓയിൽ ലീക്കോ കാര്യങ്ങളൊന്നുമില്ല. ബെൽറ്റിൻ്റെ കണ്ടീഷൻ നമ്മൾ നോക്കിയായിരുന്നു, കമ്പനി ബെൽറ്റാണ് കിടക്കുന്നത്, വലിയ പഴക്കമില്ല, പുതിയ ബെൽറ്റാണ് കിടക്കുന്നത്, വലിയ പൊട്ടുള്ള കാര്യങ്ങളൊന്നും ആയിട്ടില്ല. വേരിയേറ്റർ ബോഡിയുടെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. നിലവിൽ വേറെ പറയത്ത കംപ്ലൈൻറ്റ് ഇല്ല. ഇതിൻ്റെ ഈ റോളർ ചെറിയൊരു തേമാനമുണ്ട്, അപ്പോൾ അത് തൽക്കാലം അങ്ങനെ തന്നെ ഉപയോഗിക്കാം. അടുത്ത സർവീസിലൊക്കെ ആയാലും നമ്മൾ നോക്കിയിട്ട് അതിൽ പൊട്ടുള്ള കാര്യങ്ങൾക്ക് വരാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അടുത്ത സർവീസിൽ നമുക്ക് ഈ റോളർ മാറ്റിയിട്ട് വന്നേക്കൊണ്ടോ. ഈ വീലൊക്കെ പുതിയതാണ്. ബെൻഡെക്സ് യൂണിറ്റിൻ്റെ വർക്കിങ്ങും ഓക്കെയാണ്, നല്ലൊരു പ്രോബ്ലം ഒന്നുമില്ല. CVT ക്ലച്ചിൻ്റെ ക്ലച്ച് ഷൂ അടങ്ങുന്ന യൂണിറ്റാണത്. അതിൻ്റെ പെർഫോമൻസ് ചെക്ക് ചെയ്യുമ്പോഴും ഓക്കെ തന്നെയാണ്, വേറെ പ്രോബ്ലം ഒന്നുമില്ല കേട്ടോ. അപ്പോൾ ജസ്റ്റ് ക്ലച്ചിൻ്റെ ഭാഗമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് അങ്ങോട്ട് റീസെറ്റ് ചെയ്യാനുള്ളൂ. ഇതിൻ്റെ ഉള്ളിലൊക്കെ അത്യാവശ്യം അഴുക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടാകും, ഒന്ന് ക്ലീൻ ചെയ്ത് കയറ്റാം. പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഈ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്ക് എഞ്ചിൻ ഹെഡിൻ്റെ അവിടെ പറയത്തക്ക ലീക്കേജ് കാര്യങ്ങളൊന്നുമില്ല. അതേപോലെ തന്നെ ചോക്കിൻ്റെ കേബിൾ, ആക്സിലേറ്റർ കേബിളൊക്കെ ഓക്കെയാണ്, ഫ്രീ ആണ്. സെക്കൻഡറി ഫിൽറ്റർ യൂണിറ്റ് അതും നമുക്കൊന്ന് ക്ലീനാക്കി റീസെറ്റ് ചെയ്തിട്ടാൽ മതി. ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് സസ്പെൻഷൻ്റെ ഭാഗം നമ്മൾ അഴിച്ചിട്ടുണ്ട്. അതിൻ്റെ ഈ ഗ്രീൻ ബുഷ് ഓൾറെഡി കംപ്ലൈൻ്റ് ആണ്, അത്യാവശ്യം നല്ല രീതിയിൽ ഓവലായി പോയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ചേഞ്ച് ചെയ്തിടാം. ലിങ്ക് ബുഷുകളൊന്ന് അഴിച്ച് ഗ്രീസ് ചെയ്താൽ മതി, വേറെ പ്രോബ്ലം ഒന്നുമില്ല കേട്ടോ. ബ്രേക്ക് ലൈനർ ആയാലും കമ്പനി ലൈനറാണ്, ഹോണ്ടയുടെ ഒറിജിനൽ ലൈനറാണ് കിടക്കണം, പുത്തൻ ലൈനറാണ്. അത് ആ രീതിയിൽ തന്നെ നമുക്കൊന്ന് ക്ലീൻ ചെയ്തിട്ടാൽ മതി. കേബിളുകൾക്കായാലും വേറെ പ്രോബ്ലം ഒന്നുമില്ല. ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് കയറുന്നുണ്ട്. പിന്നെ ബാറ്ററിയുടെ ഭാഗം കൂടി നമ്മൾ നോക്കണുണ്ട്. ബാറ്ററി നമുക്കിത് ഇരിക്കുന്ന പുതിയ ബാറ്ററിയാണ്, 2024 മോഡൽ ബാറ്ററി ഇരിക്കണം. വോൾട്ടൊക്കെ ചെക്ക് ചെയ്യുമ്പോൾ 13 വോൾട്ട് വരെ കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മൾ പുതിയ ബാറ്ററി ആണെങ്കിൽ കൂടി നമ്മളൊന്ന് ടെസ്റ്റ് ചെയ്ത് പോകുന്നുണ്ട്. ടെസ്റ്റ് കൊടുക്കുമ്പോഴും ഓക്കെ ആയിട്ട് തന്നെ കാണിക്കുന്നുണ്ട്, വേറെ കംപ്ലൈൻറ്റോ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ സ്പാർക്ക് പ്ലഗ് നമുക്കൊന്ന് ക്ലീൻ ചെയ്തിടുന്നുണ്ട്. എയർ ഫിൽറ്റർ മാറ്റിയപ്പോൾ ആ കൂട്ടത്തിൽ മാറ്റിയിട്ടാണ്, വേറെ കംപ്ലൈൻറ്റോ കാര്യങ്ങളൊന്നുമില്ല കേട്ടോ, ഒന്ന് ക്ലീൻ ചെയ്തിട്ടാണ്. എഞ്ചിൻ ഓയിലിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഓയിൽ ഒരു അല്പം ലെവൽ കുറവ് പോലെ തോന്നുന്നുണ്ട് കേട്ടോ. 3000 കിലോമീറ്ററാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓയിൽ ചേഞ്ചിൻ്റെ ഓയിലിൻ്റെ കാലാവധി. അതായത് ഇപ്പോൾ ഈ നമ്മൾ ഫില്ല് ചെയ്താലും അടുത്ത 3000 കിലോമീറ്റർ കഴിയുമ്പോൾ ഓയിൽ മാറ്റി കളയണം കേട്ടോ. അപ്പോൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. അതിനിടയിൽ എപ്പോഴെങ്കിലും ഫസ്റ്റ് നമുക്ക് ഒരു അല്പം ലെവൽ കുറവ് പോലെ തോന്നുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു മാസമൊക്കെ കഴിഞ്ഞാൽ ഒന്ന് കയറ്റിയിട്ട് ഓയിൽ ലെവൽ ഒന്ന് ചെക്ക് ചെയ്തേക്കാം. കാര്യമായിട്ടുള്ള പ്രശ്നമല്ല, നിസ്സാര ഒരു വ്യത്യാസം കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ എത്രയാണ് മെയിനായിട്ട് നമുക്ക് സർവീസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. അപ്പോൾ നമുക്ക് നിലവിൽ എഞ്ചിൻ ഓയിൽ മാറാണ്ട്, ഫ്രണ്ടിലത്തെ ഈ ഗ്രീൻ ബുഷ് ചേഞ്ച് ചെയ്തിടാണ്ട്, അത് മാത്രമാണ് നമുക്ക് മാറ്റേണ്ടി വരുന്ന ഭാഗങ്ങൾ. ബാക്കിയൊക്കെ നമുക്ക് സർവീസുമായി റിലേറ്റഡ് ആയിട്ടുള്ള വർക്കുകളാണ്. അപ്പോൾ ഞാനൊരു ഏകദേശം ഒരു എസ്റ്റിമേറ്റ് കൂടി നോക്കിയിട്ട് ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഇട്ടാം കേട്ടോ. ഓക്കെ.